ഹലോ, നല്ല നമസ്കാരം. റോന്ത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കിടിലം സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പെർഫോമൻസ് ആയിക്കോട്ടെ, മറ്റ് മേഖലകളെ എടുത്ത് നോക്കിയാൽ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, കളറിങ് ആയിക്കോട്ടെ, മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു തൃപ്തി നൽകിയ ഒരു സിനിമ. ഇതിൻ്റെ ഷഹീർ കബീറിനാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ കയ്യടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ എല്ലാ പോലീസ് സ്റ്റോറികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പോൾ ലാസ്റ്റിൽ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ, ഈ സിനിമ ആയിക്കോട്ടെ, വളരെ ഡിഫറെൻ്റാണ്. എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ പോലീസ് സ്റ്റോറികളെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു. ഇതിൻ്റെ സ്റ്റോറി തന്നെ വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ന്യൂ കമ്മറായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ആ ഒരു അന്തരം എന്ന് പറയാം, അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിഷയത്തെ ഏത് വിധത്തിൽ സമീപിക്കുന്നു, അതോടൊപ്പം തന്നെ സർവീസിൽ കയറിയിട്ട് കുറച്ചു കാലം മാത്രമായിട്ടുള്ള ഒരാൾ ഒരു വിഷയത്തെ എങ്ങനെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നു എന്നുള്ളതിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രമായിക്കോട്ടെ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ അയാൾ സമീപിക്കുന്ന രീതി, അയാൾ ഒരു വിഷയം കാണുമ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അദ്ദേഹം ഒരു വണ്ടി അതുവഴി കടന്നു പോകുന്നത് പോലും അദ്ദേഹം വാച്ച് ചെയ്യുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഹാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭർത്താവായിട്ട് അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു ജ്യേഷ്ഠനായിട്ട്, ഒരു കിടിലം പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, വായെടുത്തു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തെറി പറയുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഒരു ഫസ്റ്റ് ഹാഫ് വരെയും അദ്ദേഹത്തെ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ട് ഇതെന്തൊരു കൂതറ പോലീസാണ്, ഇങ്ങനെയാണ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ ചീത്ത വിളിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ദിലീഷ് പോത്തൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ലെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഭയങ്കര സ്ട്രോങ് കഥാപാത്രമാണ്. അദ്ദേഹം പെർഫോം ചെയ്തതും കിടിലം. അദ്ദേഹത്തിനോടൊപ്പം ആണ് റോഷൻ മാത്യു. അദ്ദേഹവും നല്ല കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ പൈങ്കിളി കഥാപാത്രങ്ങളാണല്ലോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രസമായിട്ട് നല്ല കിടിലം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഭാര്യയും മക്കളും ഒരു മോളും അമ്മയും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ഫാമിലി മാൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത്യാവശ്യം ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ആ ഒരു ക്യാരക്ടറും നല്ല കിടിലമായിട്ട്. ഇതിൻ്റെ ഒരു 90% ഷോട്ടുകളെല്ലാം തന്നെ നൈറ്റാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ. നൈറ്റ് ഷൂട്ട് തന്നെയാണെന്ന് തന്നെ പറയാം. ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഷോട്ടുകളെല്ലാം തന്നെ കിടിലം ക്യാമറ എന്ന് വെച്ചാൽ കിടിലം ക്യാമറ വർക്ക്. എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ഇടുക്കി ആ ഭാഗം ആണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അത് കുറേ നല്ല ഭംഗിയുള്ള കുറേ ഷോട്ടുകളുണ്ട്. നല്ല നൈറ്റ് കുറേ നല്ല ഷോട്ടുകളൊക്കെ കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവവും, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ഭ്രാന്തൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു സ്ത്രീ സൂയിസൈഡ് ചെയ്യുന്ന, അങ്ങനെ കുറേ ലെയേഴ്സ് ഇതിലുണ്ട്. സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് നടക്കുന്ന കുറേ സംഭവങ്ങളെ ഇതിൽ വരച്ചിടുന്നുണ്ട്. അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ പോലെ കുറേ സംഭവങ്ങൾ, ഒരു പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന 2 ഉദ്യോഗസ്ഥർ നമ്മളെ കൂടെ ആ പെട്രോളിങ്ങിന് നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണ്. ഇതാണ് കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റും ഇതിൽ ഇങ്ങനെ കടന്നു പോകുന്നു. അവസാനം ഒരൊറ്റ സബ്ജക്റ്റിൽ ഹുക്ക് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ സിനിമ അവസാനിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് പ്രഷറുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ശരിക്കും നല്ല ഒരു ദിലീഷ് പോത്തൻ്റെ ആ പെർഫോമൻസ് കൂടെ ആയപ്പോൾ ശരിക്കും സങ്കടം വന്നു. ശരിക്കും നല്ലൊരു കിടിലം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സീനുകളെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിടിലം, ഫെൻറ്റാസ്റ്റിക്.
എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എഡിറ്റിംഗ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്കും നല്ല ഫ്ലോയിൽ അങ്ങ് പോയി. അതോ ഈ സിനിമയിൽ ഭയങ്കര എൻഗേജ്ഡ് ആയതുകൊണ്ട് എഡിറ്റിംഗ് ചെയ്തത് അറിയാത്തതാണോ എന്ന് പറഞ്ഞുകൂടാ. അത്രയും കിടിലം എഡിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു എഡിറ്റിംഗ് ചെയ്തതായിട്ട് ഒരു ഫീല് തോന്നിയില്ല. നല്ല കിടിലമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ വർക്ക്, നൈറ്റ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് മിക്ക സീനുകളും നൈറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ ക്യാമറ വർക്കും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ നല്ല കിടിലമാക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഒരു കിടിലം സിനിമ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പിന്നെ ഇതിൻ്റെ പോലീസ് സ്റ്റോറികൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല കിടിലം ഒരു പോലീസ് സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കിടിലം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല കിടിലം സിനിമയായിട്ട് എനിക്ക് റോന്ത് ഫീൽ ചെയ്തു. താങ്ക് യു.